നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിക്കമംഗളൂരിൽ വിനോദയാത്രയ്ക്കിടെ കാണാതായ ശ്രീനന്ദ കുട്ടിക്ക് സംഭവിച്ചത് അതൊരു ദുരൂഹതയുണ്ട് എന്ന് ആദ്യം ബന്ധുക്കൾ പറയുന്നു. അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് അവർ ഉന്നയിച്ച ചില വാദങ്ങളുണ്ട്. അതായത് ഈ പോലീസ് നായ ഒരു കടയിൽ ചെന്ന് നിന്നു, ആ കടയിലുള്ളവരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. മാത്രമല്ല ചില വാഹനങ്ങൾ അവിടെ നിന്ന് പോകുന്ന ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. കുട്ടി ആരെങ്കിലും അപായപ്പെടുത്തിയതാകാം, മറ്റെന്തെങ്കിലും സംഭവിച്ചതാകാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. അങ്ങനെ ഒരുപാട് ആശങ്കകൾ ശ്രീനന്ദയുടെ കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആശങ്കകളൊക്കെ ഇപ്പോൾ മാറി അപകട മരണമാകാമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആ ഒരു തലത്തിലേക്ക്, ആ ഒരു ചിന്താരീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് മൃതദേഹം കണ്ടെത്തിയ സ്ഥലം അത് ബലപ്പെടുത്തുന്നു, അപകടം നടന്നതാകാം എന്ന, അത്തരത്തിൽ മറ്റു ദുരൂഹതയൊന്നും ഉണ്ടാകില്ല, അപകടം തന്നെ ആയിരിക്കാം എന്നൊരു നിഗമനത്തിൽ കുടുംബം എത്തിയിരിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അവർ തന്നെ ചില കാര്യങ്ങൾ, ഈ വിനോദയാത്രയ്ക്കിടെ സംഭവിച്ച ചില കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്താണ് ഇത് അപകടമാകാം എന്ന ഒരു നിഗമനത്തിലേക്ക് ബന്ധുക്കൾ എത്തിയിരിക്കുന്നത്. അതായത് വിനോദസഞ്ചാരികളുടെ സുരക്ഷാർത്ഥം ബാരിക്കേഡ് കെട്ടി വ്യൂ പോയിന്റിൽ തിരിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീനന്ദ ഇത് മറികടന്ന് പാറയ്ക്കടുത്തേക്ക് പോയി താഴേക്ക് നോക്കുന്നത് കണ്ടുവെന്നും ശ്രദ്ധയിൽപ്പെട്ടതോടെ വിലക്ക് തിരികെ കയറ്റിയെന്നുമാണ് ഈ ശ്രീനന്ദയുടെ പിതാവിൻ്റെ സഹോദരൻ ശശികുമാർ പറയുന്നത്. അപ്പോൾ കുട്ടി അത്തരത്തിലൊരു ആകാംക്ഷ, അല്ലെങ്കിൽ അപ്പുറം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കാണിച്ചു. മാത്രമല്ല ഈ ബാരിക്കേഡ് കെട്ടിയ വ്യൂ പോയിന്റിൽ തിരിച്ചിരുന്നു, അത് കടന്നുപോയി മറികടന്ന് പാറയ്ക്കടുത്തേക്ക് പോയി കുട്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ വിലക്കിയതാണ്, മുതിർന്നവരൊക്കെ വിലക്കിയതാണ്. പക്ഷേ പിന്നീട് ഇവർ കാണുന്നത് ഇവിടുത്തെ പാറപ്പുറത്തിരുന്ന് പകർത്തിയ സെൽഫിയാണ്. അതാണ് ശ്രീനന്ദയുടെ അവസാനത്തെ ചിത്രം. നമുക്കറിയാം, അതിനിടയിൽ ഒരു സെൽഫി വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടിയും കുട്ടിയുടെ സുഹൃത്തും കൂടി പകർത്തിയ വീഡിയോ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ചിത്രം പകർത്തിയത് ആരെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ കുട്ടിയുടെ കൂട്ടുകാരി തന്നെ ആയിരിക്കാം. എന്തായാലും ഈ അവസാനത്തെ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വിലക്കിയ സ്ഥലത്ത് നിന്നാണ് ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും പോയപ്പോൾ, കണ്ണു തെറ്റിപ്പോയപ്പോൾ അത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതാകാം എന്ന നിഗമനത്തിലാണ് ഒടുവിൽ കുടുംബം എത്തിയിരിക്കുന്നത്. സുഹൃത്താണ് ഈ ചിത്രം പകർത്തിയത്. ഈ ചിത്രം പകർത്തിയ ശേഷമാണ് ശ്രീനന്ദയെ കാണാതായത്. ഒരു തവണ കുട്ടി ബാരിക്കേഡിന് പുറത്ത് പോയതാണ്, വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റി, പിന്നെ ഇവിടെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത് വീണ്ടും പോയി കാണും. അങ്ങനെ സംഭവിച്ചിരിക്കാം ഈ അപകടം, അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഉറ്റവരൊക്കെ പറയുന്നത്. പോലീസിന് അന്വേഷണം നടക്കട്ടെ എന്നും ശ്രീനന്ദയുടെ കുടുംബം പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ശ്രീനന്ദയുടെ അപകട മരണമാണെന്ന് ചിക്കമംഗളൂർ പോലീസും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലൊരു ആവർത്തിച്ച് പോലീസ് പറഞ്ഞിരുന്നു, അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെയില്ല, അപകട മരണം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെയില്ല. എന്തായാലും ബന്ധുക്കളും ഇപ്പോൾ അവരുടെ ആശങ്കകളൊക്കെ ഏതാണ്ട്, അതായത് ദുരൂഹതയാണോ, കുട്ടി ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ, തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതാണോ, അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അതിനെല്ലാം ഏതാണ്ടൊരു വിരാമമായിരിക്കുകയാണ്. എന്തായാലും വേദന, ആ കുട്ടിയുടെ വിയോഗത്തിലുള്ള വേദന ഉറ്റവർക്കൊന്നും മാറിയിട്ടില്ല. പ്രത്യേകിച്ച് കുട്ടിയുടെ മുത്തച്ഛനെ മരണ വാർത്ത അറിയിച്ചു. പിന്നീട് കാണേണ്ടി വന്നത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ശ്രീനന്ദയുടെ അമ്മയുടെ അച്ഛനായ കേശവൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളുലഞ്ഞുള്ള ഒരു വാക്കുകൂടി എല്ലാവരെയും വിഷമപ്പെടുത്തുകയാണ്. ഫോണിൽ വിളിച്ച് പരിഭവം പറയുമ്പോൾ വാട്സാപ്പ് വഴി അമ്മച്ചന് നന്ദൂട്ടിയുടെ പാട്ടെത്തില്ല എന്ന വിഷമമാണ് ശ്രീനന്ദയുടെ അമ്മയുടെ അച്ഛനായ കേശവന് പറയാനുള്ളത്. അദ്ദേഹം ശ്രീനന്ദ തൻ്റെ പേരക്കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വേദനയോടെ ഓർക്കുകയാണ്. കോങ്ങാട് സ്റ്റുഡിയോ നടത്തുന്ന കേശവന് പേരക്കുട്ടിയായ നന്ദുവിനെ വലിയ ഇഷ്ടമായിരുന്നു. കലാരംഗത്തും ഇടുക്കിയാണ് ശ്രീനന്ദ. സ്കൂളിലും നാട്ടിലും കുടുംബത്തിലുമെല്ലാം താരമാണ്. നാട്ടിലും കുടുംബത്തിലും വിശേഷ പരിപാടികൾ നന്ദുട്ടിയുടെ കലാവിരുന്നുണ്ടാകാറുണ്ട്. ഇടയ്ക്കിടെ അമ്മച്ചന് പാട്ടുപാടി വാട്സാപ്പിൽ അയക്കും. പാട്ടിന് ഇടവേള വന്നാൽ അദ്ദേഹം വിളിച്ചു ചോദിക്കും. അപ്പോൾ തന്നെ നന്ദൂട്ടി പാടി കേൾപ്പിക്കും. കലാപരിപാടികൾ അവതരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയാൽ ഉടൻ വിവരമെത്തുന്നത് അമ്മച്ചനാകും. മാത്രമല്ല വീടിൻ്റെ സ്വീകരണ മുറിയിൽ, ഈ ശ്രീനന്ദയുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ കുട്ടി വാങ്ങിക്കൂട്ടിയ ട്രോഫികളുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടി കേശവൻ എന്ന മുത്തശ്ശൻ വിതുമ്പുകയാണ്. വേദനയോടെ ചങ്കുപൊട്ടി അദ്ദേഹം ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. നാട്ടിലെ ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെ കയ്യിൽ നിന്ന് വിടാതെ പേരക്കുട്ടി അമ്മച്ചൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇനി അവൾ ഇല്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരെയും പോലെ അമ്മച്ചനും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം തീരും മുൻപ് കോങ്ങാടുള്ള അമ്മയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വരാമെന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. കർണാടകയിലേക്കുള്ള വിനോദയാത്രയിൽ പങ്കുചേരാൻ ശ്രീനന്ദയുടെ അച്ഛൻ രമേശ് ഭാര്യപിതാവായ കേശവനെ വിളിച്ചു. പക്ഷേ സ്റ്റുഡിയോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ യാത്രയ്ക്ക് പോയില്ല. കുട്ടിയെ കാണാതായ വിവരം വീട്ടുകാർ ആദ്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല. ആശങ്കയുണ്ടാകും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല. 8ാം തീയതി ഉച്ചയോടെയാണ് ഈ വിവരം കേശവൻ അറിഞ്ഞത്. ഉടൻ ബന്ധുവായ രാമകൃഷ്ണനെയും കൂട്ടി അദ്ദേഹം ചിക്കമംഗളൂരിലേക്ക് പോയി. നന്ദുട്ടിയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കുടുംബത്തോടൊപ്പം
കാത്തിരുന്നു. പക്ഷേ വിധി മറ്റൊന്നാണ് കരുതി വെച്ചിരുന്നത്. ഓരോ ബന്ധുക്കളുടെയും അനുഭവങ്ങൾ ശ്രീനന്ദയെ അവർ ഓർത്തെടുക്കുന്നത്, ചങ്കുപൊട്ടി അവർ ഓർത്തെടുക്കുന്നതൊക്കെ വളരെ ഒരു വിതുമ്പലായിട്ട്, ഒരു മനസ്സിലൊരു വിള്ളലായിട്ട് മാറുകയാണ്. ചിക്കമംഗളൂരു ബാബ ബുദാൻഗിരിയിൽ വിനോദയാത്രയ്ക്കിടെയാണ് പാലക്കാട് കടമ്പഴിപ്പുറ സ്വദേശി ശ്രീനന്ദയ മരിച്ചത്. വ്യൂ പോയിന്റിൽ നിന്നുള്ള വീഴ്ചയിലാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അസ്വാഭാവികതയില്ല എന്ന് പോലീസ് ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ദുരൂഹതയുണ്ടെന്ന് കുടുംബവും ആരോപിക്കുന്നുണ്ട്. മരണം സംബന്ധിച്ച് പരാതി നൽകില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ KG ശശികുമാർ പറഞ്ഞു. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും കിട്ടിയ ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് ചിക്കമംഗളൂർ SP ജിതേന്ദ്രകുമാർ ദയാമ്മ പ്രതികരിച്ചിരുന്നു. മൃതദേഹത്തിൽ പലയിടത്തും പരിക്കുണ്ട്, അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട്, വസ്ത്രങ്ങൾ കീറിയിട്ടുമുണ്ട്. ഇതെല്ലാം വീഴ്ചയ്ക്കിടെ മരത്തിലോ പാറക്കല്ലുകളിലോ തട്ടിയത് കാരണമാകാമെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിലും കുടുംബത്തിൻ്റെ എല്ലാ പരാതികളും ആശങ്കകളും, അവർക്ക് കുടുംബമാണ്, ഉറ്റവരാണ്, അവർക്ക് ഒരുപാട് ആശങ്കകളും പരാതികളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം അന്വേഷിക്കുമെന്നും SP വ്യക്തമാക്കി. നിലവിൽ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന നിലപാടിൽ ആവർത്തിച്ച് നിൽക്കുകയാണ് പോലീസ്. ബാബ ബുദാൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപം 7-ാം തീയതി വൈകിട്ടാണ് കുട്ടിയെ കാണാതായത്. 10-ാം തീയതി ഉച്ചയ്ക്കാണ് 1500 അടി താഴ്ചയിൽ ഹർജനഗുപ്പയിൽ മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് കൊങ്ങാട് നിന്നുള്ള 40 അംഗ സംഘത്തിനൊപ്പമായിരുന്നു ശ്രീനന്ദയുണ്ടായിരുന്നത്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന, ചിരിച്ചുകൊണ്ട് കളിച്ച് ചിരിച്ച് ഓടി നടന്ന ശ്രീനന്ദയെ ചേതനയറ്റ രീതിയിൽ കണ്ടപ്പോൾ ഉറ്റവരൊക്കെ വിതുമ്പുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. നാട്ടിലെ പരിപാടികളെല്ലാം സജീവമായിരുന്ന കുട്ടിയായിരുന്നു. പെൺകുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. ശ്രീനന്ദയെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും അതേ പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമായിരുന്നു. എല്ലാ പ്രാർത്ഥനകളെയും വിഫലമാക്കി പ്രതീക്ഷകളെ തെറ്റിച്ചാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. മരണവാർത്ത അവസാനമായിട്ട് ഈ കുട്ടിയെ ഒന്ന് കാണാൻ ഒരുപാട് പേർ ആ വീട്ടിലേക്ക് വരികയുണ്ടായി. പഠനത്തിലും പാട്ടിലും ഒക്കെ ഒരുപോലെ മികവ് തെളിയിച്ചിരുന്ന കുട്ടിയാണ്. വരാനിരിക്കുന്ന വിഷുവിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രോത്സവത്തിന് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുട്ടി. പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ കൂട്ടുകാർക്കൊപ്പം ഇതിനായുള്ള പരിശീലനവും തുടങ്ങിയിരുന്നു. എന്നാൽ എല്ലാ തയ്യാറെടുപ്പുകളെയും ബാക്കിയാക്കി അവൾ യാത്രയാവുകയായിരുന്നു. ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശ്രീനന്ദ അവസാനമായി വീട്ടിലെത്തി. ഒരുപാട് ഉറ്റവരുണ്ട്, അച്ഛൻ, അമ്മ, അവരുടെയൊക്കെ വിഷമം ഒരു വശത്തുണ്ട്. അതിനേക്കാൾ ഏറെ വേദനിപ്പിച്ചത് ജ്യേഷ്ഠ സച്ചു ഉള്ളുലഞ്ഞു നിൽക്കുന്ന ആ കാഴ്ചയാണ്. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അനിയത്തെ കാത്തിരുന്ന സച്ചുവിന് മുന്നിലേക്കാണ് അനിയത്തെ കാണാനില്ല എന്ന വാർത്ത വരുന്നത്, പിന്നാലെ മരണ വാർത്ത വരുന്നത്, അതിന് പിന്നാലെ ചേതനയേറ്റ മൃതശരീരവും കൂടി എത്തുന്നത്. സച്ചുവിന് അത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള കാഴ്ചയായിരുന്നു. ആരോട് സംസാരിക്കാതെ മുറിയിൽ തളർന്നിരിക്കുന്ന സച്ചുവിനെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകാർ ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് ആർക്കും കുട്ടിയെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ആയിരുന്നത്. ചെർപ്പുളശ്ശേരി പോളിടെക്നിക് കോളേജിലെ പരീക്ഷയുള്ളതിനാലാണ് സച്ചുവിന് സഹോദരിക്കൊപ്പം യാത്ര പോകാൻ കഴിയാതിരുന്നത്.